കളികളും ഒക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കും. അതങ്ങനെയാണല്ലോ. ഭ്രാന്തന്മാർ എന്ത് ചെയ്താലും നോക്കിക്കാൻ കുറച്ചു കൂട്ടരുണ്ടാവും. എന്ത് വൃത്തിയേട് ചെയ്താലും ഉടുത്തയച്ചിട്ട് നടന്നോന്നവനെ കണ്ടാലും ഒന്ന് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള സ്വവർഗാനുഗ്രഹികളെ പ്രമോട്ട് ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാര ഒരു മാധ്യമവും അതോടൊപ്പം ഒരു സുപ്രസിദ്ധ നടന്മാരും തയ്യാറായി എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ്. അതുകൊണ്ടാണല്ലോ കൊറോണ എന്ന മഹാവിപത്ത് കേരളക്കരയിലേക്ക് വന്നപ്പോ പാത്രം കൊട്ടി കൊറോണയെ തുരത്തിയോടിക്കാമെന്ന് പറഞ്ഞിരുന്ന, തന്റെ ക്യാമറക്ക് മുൻപിലും പിന്നിലും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മഹാനടൻ, ആ മഹാനടൻ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും വൃത്തികേടുകളും സമൂഹത്തിന് മുൻപിൽ കാണിക്കുന്ന ഒരു ഫാസിസ ചിന്താഗതിയുടെ ചാനലും, ഫാസിസത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഉന്മൂലനത്തിന് പണിയെടുക്കുന്ന ചാനലും, എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ആവേശഭരിതനായിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള പെണ്ണിനും പെണ്ണിനെയും സ്വവർഗാനുകാരികളെ, അതല്ലെങ്കിൽ ലെസ്ബിയൻ സെക്സുകളെ, ഗേ സെക്സുകളെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും. ഇത്രയും കാലം 4 വർഷത്തിലധികമായി ആ പെൺകുട്ടികൾ കേരളക്കരയിലുണ്ട്. എവിടെ പോയിരുന്നു സോഷ്യൽ മീഡിയ രാജാക്കന്മാര്, സുപ്രസിദ്ധ നടന്മാര്? ഇതൊക്കെ പറയുമ്പോൾ ചിലര് പറയും അമുസ്ലിമീങ്ങളായ നടന്മാരെ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുന്നു. അല്ല, കേരളത്തിലുള്ള മുസ്ലിം പേരുള്ള ഒരു സിനിമാ നടൻ സ്വവർഗരതിക്കാരായ ആണിനെ പറ്റി അവർ സിനിമയിറക്കിയിട്ട് ഇന്റർസെക്സിനെ വെള്ളപൂശാൻ ശ്രമിച്ചപ്പോ അന്ന് മുസ്ലിം സമൂഹം പറഞ്ഞു അഭിനയിച്ചത് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരുള്ളവനായതുകൊണ്ട് അംഗീകരിക്കപ്പെടേണ്ടതല്ല. നിർമ്മിച്ച സംവിധായകൻ പറഞ്ഞു, എന്റെ സിനിമ കണ്ട് 10 ഡൈവേഴ്സ് നടന്നാൽ എന്റെ സിനിമ വലിയ വിജയമാണ്. അത് പറഞ്ഞത് അഭിനയിച്ചതും മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളായിരുന്നു. ഇങ്ങനെ ലഘൂകരിക്കപ്പെടുന്ന ഇന്റർസെക്സ് ഇത്രയും കാലങ്ങൾക്കിടയിൽ ഇവിടെയുണ്ടായിട്ടും കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല മാനുഷിക പരിഗണന. മറിച്ച് നമ്മളൊക്കെ പറയാറില്ലേ, ആരാന്റെ അമ്മക്ക് ഭ്രാന്തു വന്ന കാണുന്ന രസത്തിൽ എന്തും വിളിച്ചു പറയാമെന്ന് ഒരു നടന്മാരും ചിന്തിക്കേണ്ടതില്ല. ന്യായമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. കേരളത്തിലെ 19 ഗേ കപ്പിളുകളെ അവസരം കൊടുക്കണം. സ്വന്തം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ അവർക്കുള്ള സംരക്ഷണം ഒരുക്കണം. എന്നിട്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, മക്കളെ നിങ്ങൾ ഉണ്ടായത് നിങ്ങൾ അച്ഛൻ വേറൊരു അച്ഛനെ കല്യാണം കഴിച്ചിട്ടല്ല. ആ തിരിച്ചറിവാണ് പ്രകൃതിയുടെ നിയമം. കേരളത്തിലുള്ള 90% കുടുംബിനികളും എന്റെ വാക്കിനെ അംഗീകരിച്ചു എന്ന് മഹാനടൻ വാചാലപ്പെടുമ്പോഴും കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും മനസ്സൊന്നും ഒരു മഹാനടന് അവകാശപ്പെട്ടതല്ല. അവിടെ തുറന്നു പറഞ്ഞ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരമ്മയുടെ വേദനയോടൊപ്പമാ കേരളത്തിൽ ഇസ്ലാമിനെ എന്നല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ കുടുംബങ്ങളും. ഇത്രമാത്രം മൃഗീയമാക്കപ്പെടുന്ന, വികൃതവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരം 10-20 എണ്ണത്തിനൊരു കൂട്ടുകൊണ്ടുപോയിട്ട് അവരെ ഉടുക്കാത്തതും ഉടുത്തതും കാണാത്തതും കണ്ടതും പിടിച്ചതും കെട്ടിപ്പിടിച്ചതും ശരീരത്ത് ഭാഗങ്ങളും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോന്യാസങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഇതൊക്കെ ഒരു കൃത്യമായ അജണ്ടയാ. കേരളത്തിൽ നിരവധി കപ്പലുകൾ ഉണ്ടായിട്ടും പേരുകൊണ്ട് പർദ്ദ ധരിക്കുന്ന ഒരു പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് പർദ്ദയിപ്പിച്ച് തുടങ്ങിയ ഒരു ചാനലിന്റെ പരിപാടിക്ക് പിന്നിലും കൃത്യമായ വർഗീയതയുണ്ട്. അത് കണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ പോലും ആലോചിക്കണം. നാളെ ബാധ്യതയും കുടുംബ ബന്ധങ്ങളും വെറുക്കുന്ന ഒരു മക്കളെ വളർന്നു വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള ആകൃഷ്ടകരാണെങ്കിൽ വേണ്ടെന്നു വെക്കണം. അതെത്ര ആനന്ദം നൽകുന്നതാണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവൻ കേരളത്തിൽ ഏത് അവാർഡ് നേടുന്ന പരമോന്നത ബഹുമതി നേടുന്നവനാണെങ്കിലും ശരി, നെല്ലളന്നും പാടം തീറെഴുതിയുമല്ല ഈ ലോകത്ത് പലതും നേടിയെടുക്കേണ്ടത് ആത്മവിശ്വാസം കൊണ്ടും സംസ്കാരം കൊണ്ടുമാണെന്ന് മറ്റുള്ള ആളുകൾ കാണിച്ചു കൊടുത്തത് കണ്ടുപഠിക്കാനെങ്കിലും ക്യാമറന്റെ മുൻപിലും പിന്നിലുമുള്ള അഭിനേതാക്കൾക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു വാക്ക്, അത്തഅ്തൂനൽ ഫാഹിഷത. ഒരു മുസ്ലിം സമൂഹത്തിന്, ഒരു മുസ്ലിം ബാപ്പാക്ക്, ഒരു മുസ്ലിം ഉമ്മാക്ക് നാളെ പരലോകമുണ്ടെന്നും മരിച്ചാൽ കബറുണ്ടെന്നും ഖബർ എന്ന ലോകത്ത് റബ്ബിന്റെ ചോദ്യമുണ്ടെന്നും ആഹാരമുണ്ടെന്നും 5 വക്ത് നമസ്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ മാന്യമായി ജീവിക്കുന്ന കേരളത്തിലെ ഓരോ രക്ഷിതാക്കളും പറയും, കയറ്റില്ല വീട്ടിൽ നിന്ന്. കാരണം ഞങ്ങൾ ഹബീബായ നബി തങ്ങളും വിശുദ്ധ ഖുർആനിൽ ലോകത്തെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, അത്തഅ്തൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ. ലോകത്തന്ന് വരെ ഒരു മനുഷ്യനും ചെയ്യാത്ത ആ വൃത്തികേടുകൾ കണ്ടിട്ടുണ്ടോ? പൂവൻ കോഴികൾ അണചേരുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ ജീവിക്കുന്നത്? ആ വൃത്തികേടുകളെ ഒരിക്കലും നിങ്ങൾ സമീപിക്കരുത്. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. തീർച്ചയായും അതൊരു തെമ്മാടിത്തരമാണ്. അതിര് കടന്ന പണിയാണത്. ആ അതിര് കടന്ന പണിയോടൊപ്പമാണ് വാപ്പയെന്ന ഞാൻ, ഉമ്മയെന്ന എന്റെ ഭാര്യ. കേരളത്തിലെ 99.9% മനസ്സങ്ങനെയാണെങ്കിൽ 1% കയ്യടി നേടാനും
കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് കൂട്ടിനടച്ച് ഇസ്ലാമിന്റെ വികൃത മുഖം എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഏത് മഹാനടൻ പണിയെടുത്താലും ശരി, ഒരു വാക്കേ കേരളത്തിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളൂ, അത് അവനവന്റെ കീശയിൽ തന്നെ നാലാക്കി മടക്കി വെച്ച് കിട്ടാവുന്ന ചെക്കിന്റെ വലുപ്പവും എണ്ണവും പദവിയും നോക്കി അവനവന്റെ സൗകര്യത്തിന് ജീവിച്ചാൽ മതി. കേരളീയ സമൂഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ടതില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അതിന് പ്രൊമോട്ട് ചെയ്യുന്നവരും കാണാൻ തുറന്നു വെച്ചവരും കണ്ടിരിക്കുന്നവരും ആ ചിന്തയിലേക്ക് എത്തിയാൽ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും, ഞാൻ ഉണ്ടായതൊരു വിവാഹത്തിലൂടെയാണെങ്കിൽ വിവാഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. അത് ഇന്റർസെക്സ് അല്ല, LGBTQ അല്ല, മറ്റേതെങ്കിലും ലെസ്ബിയൻസ് അല്ല, ഏതെങ്കിലും തരത്തിലുള്ളതല്ല. ഒരാൺ ഒരു പെണ്ണിനെ മനോഹരമായി ജീവിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന പുഷ്പങ്ങളായ മക്കളെ എനിക്കല്ല തന്നിട്ടുണ്ട് എങ്കിൽ കുടുംബമാണ്, ബന്ധമാണ് സമൂഹത്തിന്റെയും സാമൂഹികമായ സന്തുലിതതയുടെയും ഏറ്റവും സുരക്ഷിതമായ മാർഗം. ആ തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അക്രമികളുടെ ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ജീവിത സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളെ നാടും നമ്മളെ മക്കളും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന രോഗികൾ, ഏവർക്കും ഖൈറായത് എന്താണോ റബ്ബേ, ആ ഖൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ. മരിച്ചുപോയ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള കാര്യത്തിൽ പെട്ടുപോയവരുണ്ട്. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാനും ബാധ്യത തീർക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് നേരായ വഴി കാണാനും സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഭൗതികവാദത്തിൽ നിന്നും മക്കൾ രക്ഷപ്പെടാനും വൃത്തികേടിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും മീഡിയകളിൽ നിന്നും അതിന് പ്രചരിപ്പിക്കുന്ന പ്രൊമോട്ടർമാരിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ കാത്തുരക്ഷിക്കുകയും സംസ്കാര സമ്പന്നമായ ഒരു തലമുറയായി വളരാൻ ഞങ്ങളെ മക്കൾക്കും നാടിനും നീ തൗഫീക്ക് നൽകണമേ. റബ്ബെ, ഗസയിലടക്കം, പ്രത്യേകിച്ച് ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പട്ടിണി കിടക്കുന്ന സാധുക്കളായ മക്കള്, കുടുംബങ്ങള്, മൃഗീയമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സമാധാനവും സംരക്ഷണവും നൽകി ആത്യന്തികമായ വിജയം ഓരോ ജനതക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.